دوما أصحى قبل الشمس بيدي قلمي أكتب درسي أشكر ربي كل صباح فرعايته سر نجاحي بيدي قلمي أكتب درسي. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ അതിനു വേണ്ട എല്ലാവിധ മാനസികമായ ശാരീരികമായ അവസ്ഥയും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും നാളവൻ്റെ സ്വർഗത്തിലെ അത്യുന്നത പദവിയായ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അതിൽ 63-ാമത്തെ വചനം മുതൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, ഇഷ്ടദാസികൾ ആരാണ് എന്ന്, അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ എന്താണ് എന്ന് സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അവരുടെ 6-ാമത്തെ സ്വഭാവമായി കൊണ്ട് പടച്ച തമ്പുരാൻ ഇബാദുർ റഹ്മാനിൻ്റെ 6-ാമത്തെ പ്രത്യേകതയായി പറഞ്ഞത് ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ. അവർ അല്ലാഹുവോടൊപ്പം മറ്റൊരാരാധ്യനോടും പ്രാർത്ഥിക്കാത്തവരാണ്, അഥവാ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലാഹുവോട് മാത്രം
ആരാധന നടത്തുന്നവരാണ് ഇബാദുർ റഹ്മാൻ, പരമകാരുണികന്റെ അടിമകൾ, ദാസന്മാർ എന്ന് പടച്ച തമ്പുരാൻ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് ഓരോരുത്തരെയും കൃത്യമായി അറിയിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേദികളിൽ നിന്നും ഒരുപാട് പ്രഭാഷണത്തിലൂടെയൊക്കെയായി വ്യത്യസ്തമായ ലേഖനത്തിലൂടെയൊക്കെയായി പലതവണ കേട്ടിട്ടുള്ളൊരു വാചകമാണ്, അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, നിങ്ങളുടെ ആരാധനകളും അർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമെല്ലാം സർവാധിനാഥനായ പടച്ച തമ്പുരാന് മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഒരുപാട് വേദിയിൽ നിന്നായി പലപ്പോഴായി പല സന്ദർഭത്തിലായി കേട്ടവരാണ് നമ്മൾ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ ഒരു സത്യാന്വേഷിയായ മനുഷ്യൻ എന്താണ് സത്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഒന്ന് മറിച്ച് നോക്കാൻ ആരംഭിച്ചാൽ അവന് വിശുദ്ധ ഖുർആനിന്റെ വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലേക്ക് പ്രവേശിച്ച് ആ സൂറത്തുൽ ബഖറയിലെ ഓരോ വചനങ്ങളും വായിച്ചു വരുമ്പോൾ അതിലെ 21-ാമത്തെ വചനത്തിൽ സർവാധിനാഥനായ പടച്ച തമ്പുരാൻ ജനങ്ങളെ എന്ന ഒരു അഭിസംബോധന നടത്തുന്നതായി കാണാൻ സാധിക്കും. സർവാധിനാഥനായ പടച്ച തമ്പുരാൻ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാനുള്ള കാര്യം എന്താണ്? അല്ലാഹുവോട് പറയുന്നത്, യാ അയ്യുഹന്നാസ് അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചവനായ പടച്ച തമ്പുരാൻ ആ നാഥനെ നിങ്ങൾ ആരാധിക്കണം, ആ നാഥനോട് നിങ്ങൾ പ്രാർത്ഥനകളെല്ലാം നടത്തണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പടച്ച തമ്പുരാൻ സൂറത്തു ബഖറയിലെ 21-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. വീണ്ടും വിശുദ്ധ ഖുർആൻ സൂറത്തു നിസാ 4-ാമത്തെ അധ്യായം 36-ാമത്തെ വചനം, അവിടെയും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് പടച്ച തമ്പുരാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. വലാ തുശ്രികൂ ബിഹി ശൈആ, ആ റബ്ബിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന്, നിങ്ങളുടെ ദുആകളെല്ലാം പടച്ച തമ്പുരാനോട് മാത്രമായിരിക്കണമെന്ന ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ മനുഷ്യവർഗത്തെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിടത്തും ഈ കാര്യം സൂചിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്? സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം, അവിടെ പടച്ച തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം, പടച്ച തമ്പുരാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാനല്ലാതെ എന്ന്. വീണ്ടും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തേക്ക് പ്രവാചകന്മാരെ അല്ലാഹു അയച്ചത്? പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ അയച്ചതിന്റെ ലക്ഷ്യവും സൂറത്തു അംബിയായിലെ 25-ാമത്തെ വചനം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. എന്തിനു വേണ്ടിയല്ലാതെ? ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാനല്ലാതെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശവും കൊണ്ടല്ലാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹി നൽകാതെ ഒരു പ്രവാചകനെയും ഈ ഭൂലോകത്തേക്ക് അയച്ചിട്ടില്ല എന്ന് ഖുർആൻ സൂറത്ത് അംബിയായിലെ 25-ാമത്തെ വചനം. അപ്പോ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യവും ഈ ലോകത്തേക്ക് പ്രവാചകന്മാരയച്ചതിന്റെ ലക്ഷ്യവും
അതെല്ലാം പടച്ച തമ്പുരാൻ അതുകൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന കാര്യമാണ്.